السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. സൂറ അൽ ബഖറയിലെ 179 വചനം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, കൊന്നവനെ തിരിച്ചു കൊല്ലുക എന്ന സംവിധാനത്തിൽ ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് ജീവിതമുണ്ട്. വലക്കും ഫിൽ ഖിസ്വാസി ഹയാത്തുൻ ലി യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള മനുഷ്യരെ വിളിച്ചിട്ട് അല്ലാഹ് പറഞ്ഞു, എങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുകയും ചെയ്യും എന്നും പറഞ്ഞു. ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു. ആ കൊലയാളിയെ തിരിച്ചു കൊല്ലുമ്പോൾ എങ്ങനെയാണ് ജീവിതമുണ്ടാവുക? അതായത് എനിക്കൊരാളുടെ വെറുപ്പോ ഒരാളോടുള്ള വിരോധമോ കാരണം അവനെ ഇല്ലാതാക്കിയാൽ എനിക്ക് സുഖമായി ജീവിക്കാം, പിന്നെ അവൻ്റെ ശല്യം ഉണ്ടാവില്ല, അവന് ഇനി ഒരാളെയും ശല്യപ്പെടുത്തുകയുമില്ല എന്ന് വിചാരിച്ച് വിരോധമുള്ള മനുഷ്യരൊക്കെ അവരുടെ എതിരാളികളെ കൊന്നു കഴിഞ്ഞാൽ നാട്ടിൽ കൊലപാതകത്തിൻ്റെ പരമ്പരയുണ്ടാവും. മറിച്ച് ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവനും അതോടുകൂടി പോകും, ഞാനും വധശിക്ഷക്ക് വിധേയനാകും, പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനേക്കാളും നല്ലത് അവരുമായി കോംപ്രമൈസ് ചെയ്ത് നന്നായി പോവലാണ്. അവനെ കൊന്നിട്ട് എനിക്ക് സുഖമായി ജീവിക്കുക എന്നുള്ളത് നടക്കൂല എന്ന് തോന്നുമ്പോഴാണ് പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് അള്ളാഹു സൂചിപ്പിച്ചത്. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവന് നമ്മൾ കാണിക്കുന്ന ആദരവും ബഹുമാനവും അപരൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാസമാണ്, ദുൽഹജ്ജ് 10 അങ്ങനെ ദുൽഹജ്ജ് മാസത്തിൽ നമുക്കറിയാലോ, അറഫ ദിവസത്തിലാണല്ലോ പ്രസംഗം നടക്കുന്നത്, ദുൽഹജ്ജ് 9. ഇതിൻ്റെ പോലെ പവിത്രമാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സും അഭിമാനവും രക്തവുമൊക്കെ എന്ന് എണ്ണി എണ്ണി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം വ്യക്തമായി കൊല ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവനെ പ്രതിക്രിയ നടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 കല്ലുകൾക്കിടയിൽ തല വെച്ച് ചതച്ച് ഒരു പെണ്ണിനെ കൊലപ്പെടുത്തി. അന്ന യഹൂദിയൻ റല്ല റഅസ ജാരിയ, ഒരടിമപ്പെണ്ണിൻ്റെ തലയാണ് ചതച്ച് കളഞ്ഞത്. അപ്പോൾ ശരിയായി സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ട് മരണ ഗോഷ്ഠി കാണിക്കുന്ന സമയത്താണ് റസൂലിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ചോദിച്ചു, ആരാണ് നിന്നത് ചെയ്തത്? അപ്പോൾ അതൊന്നും ശരിക്കും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞു, അങ്ങനെ ഫൗമഅത്, അവൾ ആംഗ്യം കാണിച്ചു, ഇന്ന ജൂതനാണോ ചെയ്തത്? ഓരോരുത്തരെ പറഞ്ഞപ്പോഴൊന്നും അല്ല. പിന്നെ റസൂലുള്ള ചോദിച്ചു, യഹൂദിയൻ? അപ്പം നാട്ടിലൊക്കെ ഒരു KD ലിസ്റ്റുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഇന്ന യഹൂദിയാണോ? ഫൗമഅത്, അപ്പോൾ അവൾ തല കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, അയാളാണ്. ഫൗഖിദൽ യഹൂദിയു, ഈ പെണ്ണങ്ങനെ തലകുലുക്കിന്ന് കരുതിയിട്ട് കൊല്ലാൻ പറ്റൂലല്ലോ. ആ ജൂതനെ ഹാജരാക്കി.
എന്നിട്ട് ജൂതനോട് ചോദിച്ചു, നീയാണോ ഇത് ചെയ്തിട്ടുള്ളത്? ഫഅ്തറഫ, മൂപ്പര് സമ്മതിച്ചു, ഞാനാണ് ചെയ്തത്. എങ്കിൽ ഫഉമിറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറുല്ല റഅസഹു ബൈന ഹജ്റൈൻ, അതേപോലെ 2 കല്ലുകൾക്കിടയിൽ വെച്ച് തല ചതക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. അത് ജനങ്ങൾ നോക്കി കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, മുഅ്മിനീങ്ങൾ എന്നൊരു തായിഫത്ത്, ഒരു വിഭാഗം ആളുകൾ ആ ശിക്ഷക്ക് സാക്ഷിയായി നോക്കി നിൽക്കണം. മറ്റൊരിക്കൽ മഹ്സൂമി ഗോത്രത്തിൽപ്പെട്ടൊരു പെണ്ണ് ഒരു മോഷണ കേസിൽ പ്രതിയായി വന്നു. അപ്പോൾ നല്ല തറവാട്ടുകാർ, വലിയ ഗോത്ര പ്രസിദ്ധിയുള്ള ആളുകളുടെ കബീലയിലെ പെണ്ണ് മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ കബീലക്കാർക്ക് തന്നെ ഒരു നാണക്കേടായി. അപ്പോൾ അവർ പറഞ്ഞു, വമൻ യുകല്ലിമു ഫീഹാ റസൂലല്ലാഹ്, റസൂലിനോട് ഇതിനെക്കുറിച്ച് ആരാ ഒന്ന് സംസാരിക്കുക? നബി, ആൻ വിട്ടുവീഴ്ച ചെയ്താളി, ആണ് മാപ്പാക്കിക്കാളി, മഹ്സൂമി ഗോത്രത്തിലെ പെണ്ണല്ലേ, നമുക്കൊക്കെ ആ ഗോത്രങ്ങൾക്കൊക്കെ ഒരു മാനഹാനി ആവൂലേ അവളെ കൈയൊക്കെ വെട്ടിയാൽ? അപ്പം ആരാത് നബിനോടൊന്ന് പറയുക? വമൻ യജ്തരി അലൈഹി, അതിന് ധൈര്യമുള്ളവർ ആരാണുള്ളത്? അപ്പം അവർ തീരുമാനിച്ചു, നബിൻ്റെ വളർത്ത് പുത്രനായിരുന്നുള്ള സെയ്ദ്, ആ സെയ്ദിൻ്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ്, ഹിബ്ബ് റസൂലില്ല എന്നാ പറയാം, നബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു കുട്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഉസാമയോട് പറയാം. ഉസാമ പറഞ്ഞാൽ പിന്നെ നബി തള്ളിക്കളയില്ല. അതുകൊണ്ട് ഉസാമയെ ശട്ടം കെട്ടി. ഉസാമ നബിയോട് പറഞ്ഞു, നബിയെ, അവർ വലിയൊരു കബീലയിലെ നല്ല ഒരു ഗോത്രത്തിലെ പെണ്ണല്ലേ, അവരെ കൈ വെട്ടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം ചുകന്ന് വളരെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ചിട്ട് പറഞ്ഞ വാക്ക്, അതശ്ഫൗ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, അല്ല, അള്ളാൻ്റെ ഒരു ശരീഅത്ത് നടപ്പാക്കുന്നതിന് ശുപാർശ പറയാനാണോ ഉസാമാജി വന്നത്? അന്നെ എത്ര കാലമൊക്കെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് അള്ളാൻ്റെ ഒരു ഹദ്, ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിൽ ശുപാർശ പറയാനാണോ നീ ഇപ്പം ഈ പറയുന്നത്? എന്നിട്ട് പറഞ്ഞു, സുമ്മ കാമ. അപ്പോൾ റസൂലുള്ളാഹിക്ക് അറിയല്ലോ ഇതിപ്പോൾ ഉസാമൻ്റെ തലേന്ന് വന്നതാവില്ല, ഉസാമൻ ആരോ ചട്ടം കെട്ടിയതാണ്. ഉസാമ പറഞ്ഞാൽ നബി കേൾക്കാതിരിക്കൂല. ഉസാമ നബിയായിട്ട് അത്ര അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ഉസാമയോട് കാര്യങ്ങൾ നടപ്പാക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ റസൂലുള്ളാഹി അപ്പോൾ ഒരു ഖുത്ബ നടത്തി. അന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം സുമ്മ ഖാമ ഫഖ്തത, ഖുത്ബ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അഹ്ലക്കല്ലദീന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള തലമുറ നശിച്ചു പോയത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്നഹും ഇദാ സറഖ ഫീഹിമു ശരീഫു, മാന്യന്മാർ മോഷണം നടത്തി കഴിഞ്ഞാൽ തറക്കൂഹു, നിയമത്തിൽ അവരെ മെല്ലെ ഒഴിവാക്കും, അത് തേച്ച് മാച്ച് കളയും. അതിന് നിയമത്തിൻ്റെ ചൂടും ചൂരും ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു VIP അല്ലേ, അതങ്ങനെ ആയിരിക്കും, അതിങ്ങനെയായിരിക്കും, അതിനോട് ഒഴിവാക്കും. എന്നാൽ വൈദാ സറഖ ഫീഹിമുൽ ലഈഫു അഖാമു അലൈഹിൽ ഹദ്, പാവപ്പെട്ട ഒരുത്തനാ ചെയ്തെങ്കിലോ അവൻ്റെ മേൽ ഹദ് നടപ്പാക്കും, ശിക്ഷ നടപ്പാക്കും. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു ആണേ സത്യം, ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ കയ്യാണ് വെട്ടിട്ടോ, ശരീഅത്തിൽ കളിയില്ലാന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഒരു രാജ്യത്തെ ഒരു പൗരനെ കൊന്ന് കഷ്ണം കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച് ആ പെണ്ണിനെ കൊലക്ക് വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് അവർ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞു. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിലെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന ഒരു കാലത്താണ് നമ്മളിത് സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞതുകൊണ്ടാണ്, അയാളല്ല കേന്ദ്രം തന്നെ ഇടപെട്ടതാണ്, കേരളമാണ് ഇടപെട്ടത്, ഇന്ന ഗവർണറാണ് അതിൻ്റെ പിന്നിൽ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് ആളുകൾ നടക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് ആ തലാലിൻ്റെ കുടുംബം അനുഭവിക്കുന്നൊരു വേദനയുണ്ടല്ലോ. ആലോചിച്ച് നോക്കൂ,
നമ്മളെ കുടുംബത്തിലൊരാളെയാണ് കൊന്നതെങ്കിൽ ആ കൊലയാളി പിടിക്കപ്പെട്ട് മാതൃകാപരമായി ശിക്ഷിക്കുന്നത് നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിന് അവസരം കൊടുക്കാൻ ശുപാർശ, അതിന് നിമിഷയല്ല റഹീമായി അബ്ദുസലാമെ ആരായാലും ശരി, കുറ്റം ചെയ്ത വ്യക്തികൾ തക്കതായ ശിക്ഷ അനുഭവിക്കുമ്പോഴേ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതായിത്തീരും. അതിന് ശുപാർശ പറയാന്ന് പറഞ്ഞാൽ ആര് ചെയ്താലും അത് മൂഢത്തമാണ്. നിങ്ങൾ അപ്പോൾ ആളുകൾക്ക് തന്നെ പറഞ്ഞു, നമ്മൾ അതിനല്ല, വെറുതെ വിടാനല്ല, ബ്ലഡ് മണി വാങ്ങി വിടാനാണ്, അങ്ങനെ കുടുംബത്തോട് ചർച്ച ചെയ്യാനാണ്, അല്ലെങ്കിൽ കുടുംബം മാപ്പ് കൊടുക്കാനാണ്. ഇതിലൊന്നും നമുക്കൊരു പങ്കില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മളെ നാട്ടിലൊരു കൊലപാതകം നടന്നു, കോടതിയിൽ പോയി, ആ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ ഇവൻ കുത്തുന്നതും കൊലപ്പെടുത്തുന്നതും കണ്ടവരാണ്. ചിലപ്പോൾ അയാളുടെ ഭാര്യയോ മരിച്ചവൻ്റെ മക്കളോ കണ്ടിട്ടുണ്ടാവും. കോടതിയിലെത്തിയപ്പോൾ നല്ല വക്കീലിനെ വെച്ച് വാദിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? സാക്ഷിയില്ല, തെളിവില്ലാതെ കോടതി കേസ് വെറുതെ വിട്ടു. പക്ഷെ ആ കണ്ടവൻ്റെ, ആ മരിച്ചവൻ്റെ മക്കളുടെ ഉള്ളിലെ പക, ആ തീ എങ്ങനെ കെടുക്കും? അവർക്കറിയാലോ ഞങ്ങളെ വാപ്പാനെ കൊന്നാൾ ഇവനാണ്, ഞങ്ങൾ കണ്ടതാ, പിടിച്ചാണ് വെച്ച് കുത്തിക്കൊന്നതാ എന്ന് പറഞ്ഞ ആ പക തീർക്കാനുള്ള വഴി എന്താ? കോടതി വെറുതെ വിട്ടുകൊണ്ട് ഇവൻ്റെ മനസ്സ് ശമിക്കുമോ? ഇവരുടെ മനസ്സിൻ്റെ വേദന ഇല്ലാതാവുമോ? നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാലൊക്കെ ചോദിക്കാം, ഓപ്പം അന്നൊരു വിവരക്കേട് ചെയ്തു, അവനെ കൊന്ന്, അതിനിപ്പോൾ ഇവനെ കൊന്ന് ഇവൻ്റെ കുട്ടികളും അനാഥായിട്ട് എന്താന്ന് നമ്മൾ ചോദിക്കുമല്ലോ. കുറച്ച് കാലം കഴിയുമ്പോൾ ആളുകളുടെ മനസ്സൊക്കെ മാറും. അന്നോ വിവരക്കേട് ചെയ്തതാണ്, അന്നോ അങ്ങനെ പറ്റിപ്പോയി, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതിന് തിരിച്ച് ഓനെ കൊന്നിട്ട് എന്താ? അതൊരു രോഗമല്ലേ, മനഃശാസ്ത്രപരമായ സമീപനമല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കും. അതുകൊണ്ട് ആ ഇസ്ലാമിക രാജ്യത്ത് കോടതിക്ക് പോലും വെറുതെ വിടാൻ അധികാരമില്ല. വെറുതെ വിടാനുള്ള അധികാരം മരിച്ചവൻ്റെ ബന്ധുക്കൾക്ക് മാത്രമാണ്. മരിച്ചവൻ്റെ ബന്ധുക്കൾ വിടുകയാണെങ്കിൽ ഒരു പറയാം, സാരില്ല, മൂപ്പർക്ക് കയ്യബദ്ധം വന്നല്ലേ, ഞങ്ങൾ മാപ്പാക്കാം, എങ്കിൽ അത് മാപ്പാകുമെന്നല്ലാതെ ഒരാൾക്കും അതിന് മാപ്പ് കൊടുക്കാനോ ശുപാർശ പറയാനോ ഇസ്ലാമിൽ അധികാരമില്ല. മാത്രമല്ല, ഈ മഹസൂമി ഗോത്രത്തിലെ പെണ്ണിൻ്റെ കൈ വെട്ടിയതിന് ശേഷം പിന്നെ ആ പെണ്ണിനെ റസൂൽ അംഗീകരിക്കുകയും റസൂലിൻ്റെ അടുത്ത് ഐഷാബി പറയുന്നുണ്ട്, ഫഖാനത്ത് ബാദദാലിക, അതിന് ശേഷമൊക്കെ കൈവെട്ടി. പക്ഷേ ആ പെണ്ണ് പിന്നെ റസൂലിൻ്റെ അടുത്തേക്ക് പല ആവശ്യങ്ങൾക്കും വരും. റസൂലില്ല, അപ്പം ഞാനാണ് നബിയുടെ അടുത്തേക്ക് അവിടെ ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. നബിയെ, ആ കൈവെട്ടി ആ മഹസൂമി ഗോത്രത്തിലെ പെണ്ണ് വന്ന് ഇന്ന ആവശ്യങ്ങൾ പറഞ്ഞിരുന്നിട്ടോ എന്ന് ഞാൻ നബിയോട് പറയുകയും ചെയ്യും. അവൾ പിന്നെ വിവാഹിതയായി കുടുംബമായി ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റ് ഒരാൾ ചെയ്തു പോയാൽ ആജീവനാന്തം അയാൾ കുറ്റവാളിയൊന്നുമല്ലല്ലോ. ആ തെറ്റിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന എന്തിന്? ഈ ജീവിതത്തിൽ ചില തിന്മയുടെ വൈറസുകൾ ഉണ്ടാവും മനസ്സിൽ. അത്തരം തിന്മകളാക്കി വെറുതെ വെടിവെച്ച് രസിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്ര കേൾക്കുന്നു. കോളേജിലെ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നു, 8-10 ആളുകൾക്ക് നിറത്തോക്കാണ്ട് വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ വെടിവെച്ചൊരു ഹരമായി മാറാൻ പാടില്ല. ഈ ജീവന് വിലയുണ്ട്, അവൻ്റെ ജീവൻ ആദരിക്കുന്ന പോലെ ആദരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഒരാളെ നമ്മൾ ജീവിപ്പിച്ചാൽ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണെന്നും ഒരാളെ കൊന്നാൽ മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണെന്നൊക്കെ പറയുന്നത് അവിടെയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഒരു ചിന്ത വരുന്നത്, അങ്ങനെ കൊലയാളിയായ മനുഷ്യനെ കൊല്ലുന്നത് ഒരു അനീതിയാണ്, അതൊരു പാപമാണ്, ഈ കൊലപ്പെടുത്തലൊക്കെ ഒരു മാനസിക രോഗമാണ്. അങ്ങനെയൊക്കെ പുതിയ പുതിയ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിനൊരു ദാർശനിക പരിവേഷവും നൽകേണ്ടതില്ല. നാട്ടിൽ സ്വൈര്യമായി ജീവിക്കണോ? അള്ള പറഞ്ഞു, ഇന്ന നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അംഫ ബിൽ അംഫി, അങ്ങനെ വൽ ഉദിന ബിൽ ഉദിന, അങ്ങനെ വസ്സിന ബിൽ ഒക്കെ അള്ള എണ്ണി പറയുന്നുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയങ്ങൾ? പണ്ട് കാലത്ത് ഒരു ആളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നവൻ്റെ കുടുംബം തിരിച്ച് ഇവരിൽ 2-3 ആളുകളെയൊക്കെ കൊല്ലുമായിരുന്നു. ചിലപ്പോൾ അവൻ്റെ ഭാര്യയെ കൊല്ലും, അവൻ്റെ മക്കളെ കൊല്ലും, അവൻ്റെ മാതാപിതാക്കളെ കൊല്ലും. പ്രത്യേകിച്ചും അടിമ യജമാനെ കൊന്നതാണെങ്കിൽ യജമാൻ്റെ കുടുംബം അടിമകൾ ഒന്നടങ്കൊക്കെ വകവരുത്തുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ അവിടെ ഇസ്ലാം പറഞ്ഞു, അങ്ങനെ പാടില്ല, അതിൽ പരിധി ലംഘിക്കാൻ പാടില്ല. നിങ്ങൾ ഒരാളെ കൊന്ന അയാളെ കൊല്ലാൻ പാടുള്ളൂ.
ഒരു പെണ്ണിനെ കൊന്നാൽ ആ പെണ്ണ് തിരിച്ച് അയാളെ കൊല്ലാൻ പാടുള്ളൂ. അതാ പല്ലിന് പല്ലും കണ്ണിന് കണ്ണും ചെവിക്ക് ചെവിയും ഒക്കെ എണ്ണി 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 പറയുന്നതിൻ്റെ കാരണം അതാണ്. മാത്രമല്ല അങ്ങനെ അല്ലാതെ പോകുമ്പോഴെന്താ നിങ്ങൾ, പിന്നെ ഒരടിമസ്ത്രീയുടെ പല്ല് ഇപ്പോൾ ഈ അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നുണ്ട്. റബിയ ബിൻത്ത് നദർ അടിമസ്ത്രീയുടെ പല്ല് അടിച്ചു കൊഴിച്ചു. വീട്ടിൽ വേലക്ക് നിൽക്കുന്ന അടിമപ്പെണ്ണിൻ്റെ പല്ല്, കാരണം ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, അങ്ങാടിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരുന്നതാണല്ലോ അന്ന് അടിമസ്ത്രീകൾ. ആ അടിമസ്ത്രീയുടെ പല്ല് അടിച്ചു കൊഴിച്ചു. അങ്ങനെ അടിച്ചു കൊഴിച്ചപ്പോൾ അവർ ഇത് വിഷയമായി നബിയുടെ അടുത്തെത്തി. നബി എങ്ങനെ എൻ്റെ പല്ല് അടിച്ച് കൊഴിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരാവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം കൊടുക്കാം. അവരിപ്പോൾ ഒരു സംഭവം യജമാനൻ ചെയ്തതല്ലേ, അതിന് ഓല് ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കാം. അപ്പോൾ പരാതി നബി എന്ത് ചെയ്തു, ഇതിന് പ്രതിക്രിയയായിട്ട് റബീൻ്റെ പല്ല് പൊട്ടിക്കുമോ? അതൊരു വലിയ പ്രശ്നമല്ലേ. ഒരടിമൻ്റെ പല്ല് പൊട്ടിച്ചതിന് അടിമ യജമാനൻ്റെ പല്ല് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ കഴിയുമോ കാലത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോഴാണ് ഈ ആയത്തിറക്കുന്നത്. ഇസ്ലാമിലെ പ്രതിക്രിയ ആളുകളുടെ വലുപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല, നാട്ടിൽ ജീവിതമുണ്ടാവണം. നമുക്കറിയാലോ, പണ്ട് ഉമറുള്ളാഹിൻ്റെ കാലത്ത് ഒരാൾ മുസ്ലിമായി അയാളൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ആ മനുഷ്യനോട് ഉമറുള്ളാഹി ആ വർഷം ഹജ്ജിന് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉമറിൻ്റെ കൂടെ ആ രാജ്യത്തെ ഭരണാധികാരി കൂടി ഹജ്ജിന് വന്ന സമയത്ത് കഅബ തവാഫ് ചെയ്യുന്നതിനിടയിൽ ഒരു സാധാരണക്കാരനായ ഒരാൾ ഇയാളെ വസ്ത്രത്തിലൊന്ന് ചവിട്ടി ചളിയായി. അറിയാതെ ചവിട്ടിപ്പോയതാണ്, തിരക്കിൽ വീണ് പോയതോ എന്തോ ആയിട്ട് ഈ ഭരണാധികാരിയുടെ വസ്ത്രത്തിൽ ഇയാളുടെ ചവിട്ടേറ്റു. ഒറ്റയടിയാ മുഖത്ത്. എന്തിന്? എൻ്റെ വസ്ത്രത്തിൽ ഒരുത്തൻ ചവിട്ടി ചളിയൊക്കെ. എവിടുന്നാ അത്? കഅബ തവാഫ് ചെയ്യുമ്പോഴാ, ഹജ്ജിനാ. അങ്ങനെ അദ്ദേഹം ഇത് പരാതി ഉമറിൻ്റെ അടുത്തെത്തി. ഉമർ അദ്ദേഹത്തെ വിളിച്ചു, ഇതിന് കിസാസ് എടുക്കണം, അയാളെ തല്ലിയതിന് തിരിച്ച് തല്ല് കൊള്ളേണ്ടി വരും. അയാൾ ചോദിച്ചു, ഞാൻ ആരാന്നറിയങ്ങൾക്ക്? ഞാനൊരു രാജ്യത്തെ ഭരണാധികാരിയാ, എന്നെ തല്ലിയേ, എൻ്റെ വസ്തുതയിൽ ചവിട്ടിയൊരു സാധാരണക്കാരനെ ഞാൻ തല്ലിയതിന്? ഉമർ അള്ളാഹു പറഞ്ഞു, അത് പണ്ട്. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭരണാധികാരി പ്രജയൊന്നും വ്യത്യാസമില്ല, ശരീഅത്തിലെല്ലാം തുല്യരാണ്. അവസാനം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം പിന്നെ ക്രിസ്ത്യാനിയായി നാട് വിട്ടു പോയേക്കാണ്. ഇസ്ലാമിൽ തന്നെ പോയി അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു സാധാരണക്കാരൻ്റെ തിരിച്ചടി വാങ്ങേണ്ടി വരും തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ എനിക്കൊരു സമയം തരണം, ഒരു ഗ്ലാസ് വെള്ളം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണ്ടേ, ആ വെള്ളം കുടിച്ചിട്ടേ ശിക്ഷ നടപ്പാക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ ആ വെള്ളം നിലത്തേക്കാണ് ചിന്തി, കുടിക്കണില്ലല്ലോ. പിന്നെ വെള്ളം കുടിക്കാതെ ഉമർ ശിക്ഷിക്കൂലല്ലോ. അദ്ദേഹം അന്നേക്ക് രാത്രി നാട് വിട്ടുപോയി കത് തനസറ, ക്രിസ്ത്യാനിയായി മാറിയതാണ്. അപ്പം ഇസ്ലാമിൻ്റെ നീതി എന്ന് പറയുന്നത് അവിടെ ഭരണാധികാരിയോ പ്രജയോ ഒന്നുമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു നിയമം നമ്മൾ നടപ്പിലാക്കാതിരിക്കുകയും ആളുകളൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചും ഹിതമനുസരിച്ചും തനിക്ക് വേണ്ട രൂപത്തിൽ വ്യാഖ്യാനിച്ചും ഒക്കെ ഒപ്പിക്കുമ്പോഴാണ് ഇസ്ലാം മഹത്വമില്ലാതാകുന്നതും അത് കേവലം ഒരു വർത്താനം മാത്രമായി മാറുന്നതും. അവിടെയാണ് യഥാർത്ഥം നമ്മൾ ചിന്തിക്കേണ്ട വാക്ക്. അല്ലാഹ് പറഞ്ഞ വാക്ക് ഇത്രയേ ഉള്ളൂ, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ. കൃത്യമായി ഇസ്ലാമിൻ്റെ ശിക്ഷാ സമ്പ്രദായം നടപ്പാക്കിയാൽ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. കാരണം എന്താ നിങ്ങൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീയെയും പുരുഷനെയും ഒക്കെ വ്യഭിചാരത്തിൻ്റെ പേരിൽ എറിഞ്ഞാണ്ട് കൊല്ലുന്നൊരവസ്ഥ വന്നാൽ അതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലൈവായി ചാനലിൽ ഇങ്ങനെയാണ് വിട്ടുകഴിഞ്ഞാലേ ഒരു മനുഷ്യന്മാർ ഒരു ഏറ് കിട്ടി, ഒരു ഏറ് ഇപ്പം നമ്മളെ ശരീരത്ത് കിട്ടിയാലുള്ള വേദന ആലോചിച്ച് നോക്കുകൾ. ഇത് എറിഞ്ഞെറിഞ്ഞ് ചോര വാർന്ന അവസാനം ഡോക്ടർ പരിശോധിച്ച് മരിച്ചു എന്ന് ഉറപ്പ് എത്തിയിട്ട് ഏറ് നിർത്താൻ പറയാണ്.
കുഴഞ്ഞു പോയി ചോര പല ഭാഗത്തും ഇങ്ങനെ ചീറ്റി ചീറ്റി വന്നിട്ട് അവസാനം തളർന്ന് വീണാൻ മരിക്കാൻ. അങ്ങനെ ആ ചെയ്യുന്ന രംഗം ലൈവായിട്ടാണ് കണ്ടാൽ എത്ര ആളുകൾക്ക് പിന്നെ ആ വ്യഭിചാരിക്കാനുള്ള മനസ്സുണ്ടാവും? ആലോചിച്ച് നോക്കൂ. അന്തസ്സായി അഭിമാനത്തോടെ സ്ത്രീകൾക്ക് നടന്നു പോകാൻ കഴിയും. അതാ ഇപ്പോഴും സ്ത്രീ സുരക്ഷയുള്ള രാജ്യം എന്നുമ്പോൾ ഒന്ന് സൗദി അറേബ്യ ആകുന്നത് സൗദി അറേബ്യയുടെ മഹത്വം കൊണ്ടല്ല. ഇടയ്ക്കൊരു ശിക്ഷ നടപ്പാക്കുമ്പോൾ ആ ശിക്ഷ കണ്ടാൽ തന്നെ മതി, പിന്നെ മനുഷ്യർക്ക് അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തോന്നൂല. സൗദി അറേബ്യയിൽ ഒരിക്കൽ കൈ വെട്ടിയിട്ട് ആ കൈ ഇങ്ങനെ നാൽക്കവരിൽ തൂക്കിയിട്ടതായിരുന്നു. ചോര വാർന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൈ പോലെയാണ് പിന്നെ ആ കൈ ഉണ്ടായിരുന്നത്. ചോരയാണ് വാർന്ന് വെളുത്തിങ്ങനെ നിൽക്കും. ആ കൈ ഇങ്ങനെ കാണുമ്പോൾ മോഷ്ടിച്ചവൻ്റെ കൈയാണ് വെട്ടുന്നത് കാണുമ്പോൾ പിന്നെ മോഷ്ടിക്കാൻ തോന്നൂല മനുഷ്യന്. അപ്പോഴാണ് നാട്ടിൽ സ്വൈര്യവും സമാധാനവും ഉണ്ടായിത്തീരുക. അപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ ശരീഅത്തനുസരിച്ച് ആരെങ്കിലും വിധി കൽപ്പിക്കുമ്പോൾ ആ വിധിക്കെതിരെ പോയിട്ട് നമ്മുടെ സ്വാധീനമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് ഇസ്ലാമിനെ അപഹസിക്കലാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ആരായാലും ശരി, അത് കൃത്യമായതിന് നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോഴാണ് ഇസ്ലാം ഏറെ മധുരിക്കുന്നതും ശോഭനമുള്ളതുമായി തീരുക. മുസ്ലിങ്ങൾ ഇസ്ലാമിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇസ്ലാം ഏറെ ആളുകൾക്ക് മനോഹാരിതയുള്ളതായി തീരുക. അത്തരം ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ പകർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.